ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സൈക്കോളജിൻ്റെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർsuasion ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ ഈ പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള 2 മാർക്ക് 5 മാർക്ക് അതേപോലെ 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ആറ്റിറ്റ്യൂഡ്സ്. എന്താണ് ആറ്റിറ്റ്യൂഡ്സ് നോക്കാം. ആശയങ്ങൾ, സംഭവങ്ങൾ, വസ്തുതകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തുകളെയാണ് മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനോഭാവങ്ങൾ പൊതുവെ പോസിറ്റീവും ആകാം അല്ലെങ്കിലോ നെഗറ്റീവും ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിസ്റ്റിലെ ഒരു പ്രധാന പഠന വിഷയമാണ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിർണ്ണയിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആറ്റിറ്റ്യൂഡ്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കുന്നു, എങ്ങനെയാണ് ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു തുടങ്ങിയവയൊക്കെ അത് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായം, സ്ഥാനം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ എന്ത് ചെയ്യാം, ഈ ആറ്റിറ്റ്യൂഡ്സിനെ ബാധിച്ചേക്കാം. അപ്പോൾ അതാണ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ABC മോഡൽ ഓഫ് ആറ്റിറ്റ്യൂഡ്. എല്ലാ മനോഭാവങ്ങൾക്കും 3 പ്രധാന ഘടകങ്ങളുണ്ട്. അവയെ മനോഭാവങ്ങളുടെ ABC മോഡൽ എന്നാണ് വിളിക്കുക. A പറഞ്ഞാൽ അഫക്റ്റീവ്, B പറഞ്ഞാൽ ബിഹേവിയറൽ, C പറഞ്ഞാൽ കൊഗ്നിറ്റീവ്. അതായത് അഫക്റ്റീവ് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനോടുള്ള വൈകാരിക പ്രതികരണത്തെയാണ് അഫക്റ്റീവ് കോമ്പോണൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒരു വ്യക്തിക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വസ്തുവിനോട് ഭയം ഉണ്ടെങ്കിൽ അയാളത് കാണുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ആ വ്യക്തിക്ക് കടുത്ത ഉത്കണ്ഠയും ഭയവും അനുഭവപ്പെടുന്നുള്ളതാണ് അഫക്റ്റീവ് കോമ്പോണൻറ്റ്. ബിഹേവിയറൽ കോമ്പോണൻറ്റ് പറഞ്ഞാൽ മനോഭാവത്തിൻ്റെ മറ്റൊരു ഘടകമാണ് ബിഹേവിയറൽ കോമ്പോണൻറ്റ്. അതായത് ഒരു വസ്തുവുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഒരാൾ പെരുമാറുന്ന രീതിയാണ് ബിഹേവിയറൽ കോമ്പോണൻറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഭയം ഉണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് കാണുമ്പോൾ കരയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ബിഹേവിയറൽ കോമ്പോണൻറ്റ്. മൂന്നാമതാണ് കൊഗ്നിറ്റീവ് കോമ്പോണൻറ്റ്. അതായത് മനോഭാവങ്ങളുടെ വൈജ്ഞാനിക ഘടകമാണ് കൊഗ്നിറ്റീവ് കോമ്പോണൻറ്റ്. ആളുകൾ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ, ചിന്തകൾ, ഉദ്ദേശങ്ങൾ എന്നിവയാണ് കൊഗ്നിറ്റീവ് കോമ്പോണൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട മനോഭാവത്തിൻ്റെ ഭാഗമാണ് കൊഗ്നിറ്റീവ് കോമ്പോണൻറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ബോധപൂർവമായ തലത്തിലുള്ള മനോഭാവങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. അതായത് ബോധപൂർവം രൂപപ്പെടുത്തിയിട്ടുള്ള മനോഭാവമായിരിക്കും ഇത്. അതുപോലെ തന്നെ സ്വയം റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള മനോഭാവങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. അതായത് ബാഹ്യലോകവുമായിട്ട് ഇടപഴകുമ്പോൾ പ്രകടിപ്പിക്കുന്ന ബോധപൂർവവും തിരഞ്ഞെടുത്തതുമായിട്ടുള്ള മനോഭാവങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർക്ക് കാണാനാവുന്ന പെരുമാറ്റങ്ങളിലാണ് ഇതെന്ത് ചെയ്യുക, അവസാനിക്കുക. എന്നാൽ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അബോധാവസ്ഥയിലുള്ളതും സ്വമേധയാ രൂപപ്പെടുന്നതും സാധാരണയായിട്ട് നമുക്ക് അജ്ഞാതവുമായിട്ടുള്ള മനോഭാവങ്ങളെയാണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് പറഞ്ഞാൽ ബോധപൂർവമായ തലത്തിലുള്ള മനോഭാവങ്ങളാണ്, ബോധപൂർവമായി രൂപപ്പെടുത്തിയ മനോഭാവമായിരിക്കും. അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അബോധാവസ്ഥയിലുള്ളതും സ്വമേധയാ രൂപപ്പെടുന്നതും സാധാരണയായിട്ട് നമുക്ക് അജ്ഞാതവുമായിട്ടുള്ള മനോഭാവങ്ങളാണ് പരോക്ഷമായ മനോഭാവം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബോധപൂർവമായ അബോധാവസ്ഥയിലും അബോധത്തിലും നിയന്ത്രണത്തിനുമായിട്ട് വളരെ കുറച്ച് സ്വീകരിക്കാനാവുന്ന പോസിറ്റീവ്, നെഗറ്റീവ് മൂല്യനിർണ്ണയങ്ങളാണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡുകൾ. നാലാമത്തെ ചോദ്യം നോക്കുക. പെർsuasion അല്ലേ. പെർsuasion എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ പെർsuasionനും അതിൻ്റെ ടൈപ്സും അതിൻ്റെ ടെക്നിക്കും ഒക്കെ 5 മാർക്കിനോ എസ്സേ ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് പെർsuasion. ഒരു വ്യക്തി വിവരങ്ങൾ കൈമാറിക്കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങളോ മനോഭാവങ്ങളോ മാറ്റാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണിത്. ഒരു വ്യക്തി തൻ്റെ മനസ്സ് മാറ്റാൻ മറ്റൊരാൾ ബോധ്യപ്പെടുത്താൻ ബോധപൂർവമായിട്ട് ശ്രമിക്കും. ആളുകളെയും അവരുടെ വീക്ഷണങ്ങളെയും മനോഭാവങ്ങളെയും മാറ്റാൻ പ്രേരണാവിദ്യകൾ ആണ് ഉപയോഗിക്കുന്നത്. വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിക്കാർക്കും വിൽപ്പനക്കാർക്കും ആളുകളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ മനോഭാവവും കൈകാര്യം ചെയ്യുന്നതിനുള്ള നിരവധി പ്രേരണാ വിദ്യകൾ അറിയാം. അപ്പോൾ ഇനി ഇതിനെ പെർsuasion എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടൈപ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈത്തോസ്, രണ്ടാമത്തത് പാത്തോസ്, മൂന്നാമത്തത് ലോഗോസ്, നാലാമത്തത് കൈറോസ്. ഈത്തോസ് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ധാർമ്മിക പരിഗണനകളെ ആകർഷിക്കുന്ന ഒരു പ്രേരണാ വിദ്യയാണ് ഈത്തോസ്. ഇതിൽ സ്പീക്കർ മറ്റൊരു വ്യക്തിയുമായിട്ട് വിശ്വസ്തതയും ബന്ധവും സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വികാരങ്ങൾക്കനുസരിച്ച് മനോഭാവം മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രേരണാ രീതികളാണ് പാത്തോസ്. ലോഗോസ് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ മറ്റൊരു വീക്ഷണകോണിൽ ബോധ്യപ്പെടുത്താൻ ബുദ്ധി, യുക്തി, അറിവ് എന്നിവയുമായിട്ട് ഉപയോഗമാണ് ലോഗോസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രേരണാ രീതിയാണ്. കാരണം പോയിന്റ് തെളിയിക്കാൻ വ്യക്തി ഒരു ഉറവിടം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു വസ്തു പ്രസ്താവിക്കുമ്പോഴോ യുക്തിപരമായ മാറ്റം നടക്കുമ്പോഴോ ലോഗോസ് ഉപയോഗിക്കുന്നു. പിന്നെ നാലാമത്തേതാണ് കൈറോസ്. ഒരു വ്യക്തി ഒരു സാഹചര്യത്തിൻ്റെ സമയം ഉപയോഗിച്ച് നടത്തുന്ന പ്രേരണാ രീതിയാണ് കൈറോസ് പറയുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് അടിയന്തര ബോധം സൃഷ്ടിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കൈറോസ് എന്ന് പറയുന്നത്.
അടുത്തൊരു ക്വസ്റ്റ്യനാണ് പെർസൂഷൻ ടെക്നിക്സ്. പെർസൂഷൻ ടെക്നിക്സ് 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ 3 വരുന്നത്. ഒന്ന് ലോ ബാളിങ്, രണ്ടാമത്തേത് ഫുട്ട് ഇൻ ദ ഡോർ, മൂന്നാമത്തേത് ഡോർ ഇൻ ദ ഫേസ്. ലോ ബാളിങ് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഈടാക്കാൻ ഉദ്ദേശിക്കുന്നതിനും കുറഞ്ഞ വിലക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രേരണാ രീതിയാണ് ലോ ബാളിങ്. ആളുകൾ എന്തെങ്കിലും വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വില വർദ്ധിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് ലോ ബാളിങ്. അതേപോലെ തന്നെ ഒരു വ്യക്തി ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ കമ്പനി വില 10 ലക്ഷമാണ് ഓഫർ ചെയ്യുന്നത് എങ്കിലും പിന്നീട് ആ പേപ്പർ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു 15 ലക്ഷം പറഞ്ഞാലും ഉയർത്തിയാലും എന്താവും, മനസ്സുകൊണ്ട് അത് വാങ്ങാൻ ഉറപ്പിച്ച വ്യക്തി അത് വാങ്ങാൻ തീരുമാനിക്കുന്ന ഒരു രീതിയാണ് ലോ ബാളിങ്. രണ്ടാമത്തേതാണ് ഫുട്ട് ഇൻ ദ ഡോർ. അതായത് ഒരു വലിയ ടാസ്കിലേക്ക് എളുപ്പത്തിൽ നയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രേരണാ രീതിയാണ് ഫുട്ട് ഇൻ ദ ഡോർ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം ചെറിയ തുക കടം ചോദിക്കുകയും പിന്നീട് വലിയ തുകയിലേക്ക് പോകുന്നതുമായിട്ടുള്ളതാണ് ഫുട്ട് ഇൻ ദ ഡോർ. മൂന്നാമത്തേതാണ് ഡോർ ഇൻ ദ ഫേസ്. അതായത് നിരസിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് യുക്തിരഹിതമായിട്ട് ഉയർന്ന ഓഫർ നൽകുന്ന പ്രേരണാ രീതിയാണ് ഡോർ ഇൻ ദ ഫേസ്. നിരസിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് യുക്തിരഹിതമായിട്ട് ഉയർന്ന ഓഫർ നൽകുന്ന പ്രേരണാ രീതിയാണ് ഡോർ ഇൻ ദ ഫേസ്. അതായത് വാങ്ങുന്നയാൾക്ക് കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ ആൾ ഓഫർ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആദ്യത്തെ വിചിത്രമായിട്ടുള്ള വിലയ്ക്ക് ശേഷം ഇതൊരു മികച്ച ഡീലാണെന്ന് അയാൾക്ക് തോന്നുന്നു. അപ്പോൾ അയാൾ ആ ഉൽപ്പന്നം വാങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഡോർ ഇൻ ദ ഫേസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി മാതാപിതാക്കളോട് 1000 റുപ്പീസ് ചോദിച്ചാൽ അത് നിരസിക്കപ്പെടും. എന്നാൽ പിന്നീട് 500 റുപ്പീസാണ് ചോദിക്കുന്നതെങ്കിൽ അത് ന്യായമാണെന്ന് കരുതിയിട്ട് പാരൻസ് അത് കൊടുക്കുകയും ചെയ്യുന്ന അതാണ് ഈ ഒരു ഡോർ ഇൻ ദ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇത് 2 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രോ സോഷ്യൽ ബിഹേവിയറും ടൈപ്സും ചോദിച്ചിട്ട് 5 മാർക്കിനും ചോദിക്കാം. അപ്പോൾ നോക്കാം. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഏതൊരു പെരുമാറ്റവുമാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സാമൂഹ്യ പെരുമാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് 4 എണ്ണാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് അൾട്രൂയിസം. അതായത് അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ പകരം ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് അൾട്രൂയിസം. രണ്ടാമത്തേതാണ് കിൻ സെലക്ഷൻ. അതായത് തങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ സഹായിക്കുന്നത്, അതായത് ബന്ധത്തിൽപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയാണ് കിൻ സെലക്ഷന്. മൂന്നാമത്തെ റെസിപ്രോസിറ്റി നോംസ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായമാണ് റെസിപ്രോസിറ്റി നോംസ്. നാലാമത്തേതാണ് എമ്പതി. ആളുകൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നിയാൽ അവരെ സഹായിക്കുന്ന രീതിയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇതാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിൻ്റെ 4 ടൈപ്സ് ആയിട്ട് വരുന്നത്. 4ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അൾട്രൂയിസം. ഇത് 2 മാർക്കിന് ചോദിക്കാം. അതേപോലെ ഇതിൻ്റെ ടൈപ്സും കാര്യങ്ങളും ചോദിച്ചിട്ട് 5 മാർക്കിനും ചോദിക്കാം. അൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകരം ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയാണ് അൾട്രൂയിസം എന്ന് പറയുന്നത്. ഈ അൾട്രൂയിസം എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ ഫ്രഞ്ച് ഭാഷയിൽ അഹംഭാവത്തിൻ്റെ വിപരീത പദമായിട്ടാണ് പ്രചരിപ്പിച്ചത്. മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റൊരാൾ എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായിട്ടുള്ള അൾട്ടറി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അദ്ദേഹം ഇത് ഉരുത്തിരിച്ചത്. മറ്റുള്ളവരോടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഉത്കണ്ഠയാണ് അൾട്രൂയിസം അല്ലെങ്കിൽ പരോപകാരം എന്ന് പറയുന്നത്. അതേപോലെ സഹായിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കടമ, അതുപോലെ തന്നെ വിശ്വസ്തത, മതപരമായ കാരണങ്ങൾ എന്നിവയാലല്ല അത്തരം ഒരു മാറ്റങ്ങൾ പലപ്പോഴും നിസ്വാർത്ഥമായതും പ്രതിഫലം പ്രതീക്ഷിക്കാത്തതുമായിട്ട് ചെയ്യുന്നതാണ് അൾട്രൂയിസം എന്ന് പറയുന്നത്. അൾട്രൂയിസത്തിൻ്റെ ടൈപ്സുകൾ 4 എണ്ണാണ് വരുന്നത്. ഒന്ന് ജനറ്റിക് അൾട്രൂയിസം, രണ്ടാമത്തേത് റെസിപ്രോക്കൽ അൾട്രൂയിസം, മൂന്നാമത്തേത് ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം, നാലാമത്തേത് പ്യുവർ അൾട്രൂയിസം. ജനറ്റിക് അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബാംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ജനറ്റിക് അൾട്രൂയിസം. റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ആളുകൾ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം എന്ന് പറയുന്നത്. 4ാമത്തെ അൾട്രൂയിസമാണ് പ്യുവർ അൾട്രൂയിസം. അതായത് ധാർമ്മിക പരോപകാരവാദമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപകട സാധ്യതയുള്ളപ്പോൾ പോലും പ്രതിഫലം കൂടാതെ മറ്റൊരാളെ സഹായിക്കുന്നതാണ് പ്യുവർ അൾട്രൂയിസം. അതായത് ആന്തരിക മൂല്യങ്ങളെയും ധാർമ്മികതയുമാണ് ഇതിനെ പ്രചോദനം നൽകുന്നത്. അപ്പോൾ ഈ 4 ടൈപ്സുകളാണ് ഉള്ളത്. ഒന്ന് ജനറ്റിക് അൾട്രൂയിസം, രണ്ടാമത്തേത് റെസിപ്രോക്കൽ അൾട്രൂയിസം, മൂന്നാമത്തേത് ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം, നാലാമത്തേത് പ്യുവർ അൾട്രൂയിസം. ജനറ്റിക് അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബാംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ജനറ്റിക് അൾട്രൂയിസം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് റെസിപ്രോക്കൽ അൾട്രൂയിസം. ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ആളുകൾ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം. നാലാമത്താണ് പ്യുവർ അൾട്രൂയിസം. ധാർമ്മിക പരോപകാരവാദമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപകട സാധ്യതയുള്ളപ്പോൾ പോലും പ്രതിഫലം കൂടാതെ മറ്റൊരാളെ സഹായിക്കുന്നതാണ് പ്യുവർ അൾട്രൂയിസം. ഇതോടുകൂടിയിട്ട് 4ാമത്തെ മൊഡ്യൂളും സോഷ്യൽ സൈക്കോളജിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നാളെയാണ് എക്സാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.